ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു എൻ്റെ അതിർ വിശാലമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം പോലെ നൽകി. കണ്ണുകളടക്കം ഒരു നിമിഷം പ്രാർത്ഥിക്കും. കണ്ണുകൾ ദൈവമേ, സ്വർഗീയ നൽകിയതാവേ, ദൈവവചനം വായിച്ചു കേട്ടിരിക്കുന്ന കർത്താവേ, വായിച്ച ദൈവവചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തെരുമാറാകണം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുമാറാകണമേ കർത്താവേ. അത് കേട്ട് ഗ്രഹിക്കുക, എൻ്റെ ജനത്തെ സഹായിക്കണമേ പറയുവാൻ അടിയനെ ബലപ്പെടുത്തുമാറാകണം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹീതമാകുന്ന ഒരു ദൈവവചനമാണ് നമുക്ക് വായിക്കുവാനിടയായിത്തീരുന്നത്. പഴയ നിയമത്തിൽ തിരുവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രാരംഭത്തിലുള്ള അധ്യായങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അനേക പേരുടെ വംശാവലികളും പേരുകളും വിവരണങ്ങളുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനകത്ത് രണ്ട് വാക്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ ചരിത്രം ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യബേസ് എന്ന് പറയുന്ന മനുഷ്യൻ. യബേസിനെ കുറിച്ച് നമുക്ക് വായിക്കുന്നത് ഇങ്ങനെയാണ്: യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ഹല്ലേലൂയ. യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു. ഇത് ആരാണ് ഈ ഒരു സാക്ഷി പറയുന്നത്? ഈ സാക്ഷി പറയുന്നത് ദൈവം തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരാൾ സാക്ഷ്യം പറയാൻ എത്രയായാലും മാന്യനെന്ന് പറയുന്നത് അല്ലേ? സ്തോത്രം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ പലപ്പോഴും നമ്മളെ പറയുന്നത് ഒരു പരിധി വരെ കുഴപ്പമില്ല എന്ന് പറയും. അതിനപ്പുറത്തോട്ട് ഏറ്റവും നല്ലതാണ് എന്നൊരു സാക്ഷ്യം നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഇവിടെ തന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു എന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സഹോദരന്മാരുടെ സാക്ഷ്യം, മാതാവിന്റെ സാക്ഷ്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. അവനൊരു വ്യസനപുത്രനാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവന് യബേസ് എന്ന പേര് കൊടുക്കുവാനിടയായിട്ടുള്ളത്. തന്റെ ജീവിതത്തിൽ തൻ വേദനയോടെ അവനെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ യബേസ് എന്ന് പേര്. നമ്മളെ നോക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ ലോകം തരുന്ന പേരുകൾ എങ്ങനെയാണ്? അവനൊരു വ്യസനപുത്രനാണ്, അവനൊരു ജീവിതത്തിൽ ഗതിപിടിക്കാത്തവനാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവം പറയുകയാണ് അവൻ അവന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആ മാന്യത ഉണ്ടോ? ദൈവത്തിന് മുമ്പിൽ നമ്മൾ മാന്യന്മാരാണോ? ഹല്ലേലൂയ. നേരത്തെ തിരുവചനത്തിലൂടെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുവാനിടയായത് അവരുടെ കൽപ്പനകളെ അനുസരിച്ച് തന്നെ നടക്കുന്നത് തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചാണോ നാം ജീവിക്കുന്നത്? ഹല്ലേലൂയ. അങ്ങനെ കൽപ്പനകൾ അനുസരിച്ച് നടന്നാൽ ദൈവം പറയും മാന്യനാണ് ഇല്ലേ? സ്തോത്രം. പക്ഷെ ഇവിടെ ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മൾ നോക്കുന്നത് പോലെ അല്ല നമ്മെ നോക്കുന്നത്. നാം മറ്റുള്ളവരെ നോക്കുന്നത് പോലെയല്ല ദൈവം നമ്മളെ ഓരോരുത്തരെയും നോക്കുന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവരെ നാം നോക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടി വരുമ്പോൾ, അവരുടേതാകുന്ന പുറമേയുള്ള അപ്പിയറൻസ്, പുറമേയുള്ള ജീവിത അനുഭവം കണ്ടിട്ടാണ് നമ്മൾ അവരെ വിലയിരുത്തുന്നതും അവരെ കുറിച്ച് പറയുകയും ചെയ്യുന്നത്. എന്നാൽ ദൈവം അകമേയുള്ളത് നോക്കിയിട്ടാണ് നമ്മെ കുറിച്ച് വിലയിരുത്തുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അകമേ നമ്മൾ ആരാണ്? ഒരു വിഷയത്തിന് മുൻപിൽ കടന്നു വരുമ്പോൾ
നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, വിചാരങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ദൈവം നോക്കുവാനിടയായി. ഇതൊരു പക്ഷേ കാണുന്ന മറ്റുള്ളവർക്ക് മുമ്പിൽ അത് മറവായിരുന്നാലും ദൈവത്തിന് അത് മറവല്ല. ഹല്ലേലൂയ. അവ ആന്തരികേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവരാണ്. അവന്റെ വചനം ഇരുവാട്ടരയുള്ള വാളായി സന്ധി മജ്ജകളെ വേർപെടുവിക്കുവാൻ തന്നെ പ്രാണനെ പോലെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ കണ്ണുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നോക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ എത്രമാത്രം മാന്യതയുള്ളവരാണ് എന്ന് നാം ചിന്തിക്കുന്നത് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നാം കാണുന്നതല്ല, ദൈവം നമ്മെ കുറിച്ച് കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ കണ്ണ് സ്തോത്രം ഒരു വ്യത്യസ്ത അനുഭവമാണ്. ഹല്ലേലൂയ. ഒരു തെറ്റ് ചെയ്തു പോയി, അദ്ദേഹം ഒരു വലിയ തെറ്റ് ചെയ്തു. പിന്നെ ആ ലോകം അദ്ദേഹത്തെ കാണുന്നത് ആ തെറ്റുകാരനാണ്. ഒരു കൊലപാതകനാണെങ്കിൽ കൊല ചെയ്തവൻ, ഇത് മരിക്കുന്നത് വേറെ, ഈ പേര് അവശേഷിക്കും. എന്നാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ പിന്നീട് ആ ഒരു കണ്ണിലൂടെ ദൈവം കാണത്തില്ല. സ്തോത്രം. അങ്ങനെ ഒരു കണ്ണിലൂടെ നമ്മളെ കണ്ടായിരുന്നെങ്കിൽ നാം ദൈവമക്കൾ എന്ന പേരിന് അവകാശങ്ങളായി തീരത്തില്ലായിരുന്നു. സ്തോത്രം. അവന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ അവൻ കഴുകി കളഞ്ഞു, മായിച്ചു കളഞ്ഞു. അവൻ ഓർക്കാതെ വണ്ണം നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കിയത് കൊണ്ടാണ് നാം ദൈവമക്കൾ എന്ന പദവിയിലേക്ക് കടന്നു വരുവാനിടയായത്. സ്തോത്രം. യെബേസ് മാന്യനായി തീർന്നു. ദൈവത്തിന്റെ കണ്ണിൽ അവൻ മാന്യനായിരുന്നു. സ്തോത്രം. ആ മാന്യതയുള്ള യെബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ കണ്ണിൽ നാം മാന്യനായി തീരണം. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന മുറിയിൽ സ്തോത്രം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ സ്തോത്രം നാം ദൈവസന്നിധിയിൽ മാന്യതയുള്ളവരായി തീരണം. നമ്മുടെ പാവങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി അയക്കുവാനിടയായി തീരുന്നില്ല. ഹല്ലേലൂയ. അവൻ സ്തോത്രം. യെബേസ് മാന്യനായി ദൈവത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കും, അത് വിശാലമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളമായി എന്ന് അപേക്ഷിച്ചതൊക്കെയും ഇവിടെ പറയുകയാണ്, നീ എന്റെ അതിര് വിശാലമാക്കണം, നീ എന്നെ അനുഗ്രഹിച്ച് അതിര് വിശാലമാക്കണം. നമ്മുടെ ജീവിതത്തിൽ പല അതിരുകൾ വച്ചിട്ടുണ്ട്. നമ്മുടെ അറിവിനനുസരിച്ച്, നമ്മുടെ താല്പര്യമനുസരിച്ച്, നമ്മുടേതാകുന്ന ബലഹീനതയെ മനസ്സിലാക്കി ഇന്നവരെയൊക്കെ ഞാൻ ആകത്തുള്ളൂ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഇന്ന മേഖല വരെ എത്തത്തുള്ളൂ എന്നൊക്കെയുള്ള അതിരുകൾ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ യെബേസ് പ്രാർത്ഥിക്കുകയാണ്, നീ എന്റെ അതിരിനെ ഒന്ന് വിശാലമാക്കണം, എന്റെ കഴിവുകളെ ഒന്ന് വിശാലമാക്കണം. എന്റെ ഭവനത്തിൽ ഞാൻ ഒരു ദുഃഖപുത്രനാണ്. എന്റെ ഭവനത്തിൽ എന്നെ വിളിക്കുന്നത് വ്യസനത്തോടെ പ്രസവിച്ചു എന്നാണ്. അതുകൊണ്ട് എനിക്ക് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്റെ പരിധിയും അങ്ങ് മറികടന്ന് എന്നെ അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാന്യതയോടെ ദൈവസന്നിധിയിൽ അതിര് വിശാലമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അതിരുകളെ വിശാലമാക്കും. ഹല്ലേലൂയ. നമ്മുടെ കഴിവുകളുടെ അതിരുകളെ വിശാലമാക്കും. നമ്മുടെ കഴിവ് കേടുകളുടെ അതിരുകളെ വിശാലമാക്കും. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സ്തോത്രം അതിരിനെ വിശാലമാക്കും. ആരാധനാ
അവൻ സ്തോത്രം എവിടെ വെച്ച് നാം തോറ്റു പോകുന്നു എന്ന് ചിന്തിക്കുന്നുവോ ആ അതിരിനെ ദൈവം വിശാലമാക്കും. ഹല്ലേലൂയ. അവൻ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് അവൻ സ്തോത്രം അവൻ സകലവും സാധ്യമാക്കി തരുന്ന അവൻ പരിശുദ്ധ ആത്മാവ് അവൻ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മുടെ അതിരുകളെ വിശാലമാക്കുവാനിടയായിത്തീരും. അവൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുന്നുണ്ട്, അവൻ സ്തോത്രം അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരാക്കി തീർക്കുന്നത് അവന്റെ വ്യാപാര ശക്തിയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവൻ സ്തോത്രം അവൻ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച നാം ഓരോരുത്തരും, ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്ന നാം ഓരോരുത്തരും അവൻ സ്തോത്രം നമ്മുടെ അതിരുകളെ വിശാലമാക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ സ്തോത്രം നമ്മുടെ അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ സ്തോത്രം ഭൗതികതയുടെ അതിരുകൾ മാത്രമല്ല, അവൻ സ്തോത്രം ആത്മീകതയുടെ പരിധിയെ പൊള്ളിച്ച് ആത്മീകതയുടെ അവൻ നിലവാരങ്ങളെ പുറത്തു കൊണ്ടുവരുവാനും ദൈവത്തിന്റെ ആത്മാവിന് അവൻ സ്തോത്രം ശക്തമായ ഇടപെടലുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവൻ സ്തോത്രം സംസാരിക്കാൻ അറിയാത്തവനെ കൊണ്ട് അവൻ സ്തോത്രം ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ അബോധമായത് തിരഞ്ഞെടുത്തു എന്ന് വായിക്കുന്നത് പോലെ അവൻ സ്തോത്രം രാജാക്കന്മാരുടെ മുൻപിലും അവൻ സ്തോത്രം ഹല്ലേലൂയ പഠിപ്പില്ലാത്തവരെ കൊണ്ട് സംസാരിപ്പിച്ച ദൈവത്തിന്റെ അദൃശ്യമായ കരം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അവൻ സ്തോത്രം അതിരുകളെ വിശാലമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ സ്തോത്രം അതിനെ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു. ഹല്ലേലൂയ. അവൻ സ്തോത്രം കർത്താവേ എന്റെ അതിരുകളെ വിശാലമാക്കണമേ. അവൻ സ്തോത്രം നമ്മുടെ താല്പര്യം അനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്, നമ്മുടെ ആഗ്രഹം അനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്, നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അവൻ സ്തോത്രം അവൻ പിശാച് നമ്മുടെ മേൽ പരിധിയിട്ട് വെച്ചിരിക്കുന്ന പല മേഖലകളുമുണ്ട്. അവൻ സ്തോത്രം അവിടെ പോകരുത്, പ്രസംഗിക്കരുത്, ആ മേഖലകളിൽ അവൻ സ്തോത്രം കടന്നു പോയാൽ അവൻ സ്തോത്രം അവൻ എന്തൊക്കെയോ ഭവിക്കുമെന്നൊക്കെ പറഞ്ഞ് അവൻ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന മേഖലകളുണ്ട്. പക്ഷേ അവൻ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം പൊള്ളിച്ച് അവൻ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അവൻ സ്തോത്രം യേശയ്യാ പ്രവചനം 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ സ്തോത്രം പുഷ്ടി നിമിത്തം ദുഃഖം തകരുമെന്ന്. അവൻ സ്തോത്രം അവൻ ഈ പുഷ്ടി എന്ന് പറയുന്നത് മറ്റൊരു ട്രാൻസ്ലേഷൻ അഭിഷേകം നിമിത്തം അവൻ സ്തോത്രം ദുഃഖം തകരുമെന്ന്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അവൻ സ്തോത്രം നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം അത് ശക്തമായി നമ്മളോട് ഇടപെടുമ്പോൾ അവൻ നമ്മളെ പരിധി വെച്ച് ഒതുക്കുവാൻ നിൽക്കുന്ന ശത്രുവിന്റെ മേഖലകളെ ആ അഭിഷേകം പൊട്ടിച്ചു കളയുവാനിടയായിത്തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. അവൻ ദുഃഖത്തിന് അവൻ ചില അവൻ സ്തോത്രം അവൻ ശക്തിയുണ്ട്. ദുഃഖം വെക്കുന്നവന് അവന്റെ മനസ്സിലെ ആഗ്രഹം അവൻ കാളയുടെയൊക്കെ കഴുത്തിലും മുഖം വെക്കുമ്പോൾ അവന്റെ വേല ചെയ്ത് അല്ലെങ്കിൽ അവന്റെ ഇഷ്ടം പോലെ അവൻ നിയന്ത്രിക്കുന്ന അതിലൂടെ തന്നെ പോകണമെന്നാണ് അവൻ സ്തോത്രം വെക്കുന്നവന്റെ ആഗ്രഹം. അവൻ സ്തോത്രം ഈ കാളയ്ക്ക് ഒരിക്കലും ഈ മുഖം ഇരിക്കുന്നിടത്തോളം കാലം മുകളിലേക്ക് നോക്കുവാൻ കഴിയത്തില്ല. അവൻ സ്തോത്രം നോട്ടം എപ്പോഴും മണ്ണിലേക്ക്. ഹല്ലേലൂയ. അവൻ സ്തോത്രം ഈ മണ്ണിൽ നിന്ന് ഉയരത്തിലേക്ക് നോക്കിയാൽ മാത്രമേ ദൈവികമായത് ചിലത് പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അവൻ സ്തോത്രം പിശാച് നമ്മളെ വെച്ചിരിക്കുന്ന ദുഃഖം പലപ്പോഴും ഈ മണ്ണിൽ ചിലത് എനിക്ക് പ്രാപിച്ചെടുക്കണം, എന്റെ ജീവിതകാലത്ത് ഇന്നത് കൂടെ പ്രാപിച്ചെടുക്കണം, എന്റെ ജീവിതകാലത്ത് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്നത് കൂടെ സമ്പാദിക്കണം എന്നൊക്കെയുള്ള ഒരു ദുഃഖം വെച്ച് പിശാച് നമ്മെ ഈ ലോകത്തിന്റെ ചിന്തകളിലേക്ക് അവൻ മാറ്റിക്കൊണ്ടു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവൻ നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നീ പിന്നെ ചിന്തിക്കുന്നത് ഉയരത്തിലുള്ളതായിരിക്കും. നീ പിന്നെ ചിന്തിക്കുന്നത് ദൈവ സന്നിധിയെ കുറിച്ചുള്ള വെളിപ്പാടുകളെ കുറിച്ചായിരിക്കും.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം. പത്രോസ് അങ്ങനെ ഒരു ദർശനം, ഉയരത്തിലെ ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്റെ ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിക്കുവാനിടയായി തീർന്നു. പൗലോസ് ദൈവത്തിൽ നിന്നുള്ള ദർശനം അവൻ അനുഭവിച്ചപ്പോൾ സ്തോത്രം വിട്ടുപിരിഞ്ഞ് എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നതാണ് അധികം വാഞ്ചയെന്ന് വിളിച്ചു പറയുവാനിടയായി തീർന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ മാനദണ്ഡം സ്തോത്രം നിത്യതയെ കുറിച്ചുള്ളതായിരിക്കണം. സ്തോത്രം. അതിന് ഈ ലോകത്തിലേക്ക്, ഈ മണ്ണിന്റേതാകുന്ന സ്തോത്ര അനുഭവങ്ങളിലേക്ക് നമ്മെ വിരൽ ചൂണ്ടുന്ന മുഖത്തെ ദൈവം തകർക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുഷ്ടി നിമിത്തം ദുഃഖം തകരും. ഹല്ലേലൂയ. സ്തോത്രം. ഈ നമ്മുടെ ജീവിതത്തിൽ പിശാച് വെച്ചിരിക്കുന്ന ഒരു സ്തോത്രം പല ദുഃഖങ്ങൾ, ആ ദുഃഖങ്ങളെക്കാൾ അതിനെ പൊളിക്കുവാൻ കഴിയുന്ന ഒരു ശക്തി നമ്മിൽ വെളിപ്പെടുമ്പോൾ മാത്രമേ സ്തോത്രം ദുഃഖം പൊട്ടുവാനിടയായി തീർത്തുള്ളൂ. നമുക്കറിയാം സ്തോത്രം നമ്മുടെ വീടുകളിലൊക്കെ സ്തോത്രം ആടിനെയും പശുവിനെയൊക്കെ വളർത്താറുണ്ട്. സ്തോത്രം. അത് കുഞ്ഞായിരിക്കുമ്പോൾ ചെറിയ കയറുകൊണ്ട് അതിനെ കിട്ടും. സ്തോത്രം. അതിനെ വേറെ എടുക്കാത്ത തരത്തിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് അതിനെ കിട്ടുവാനിടയായി തീരും. പക്ഷേ ജീവിതകാലം മുഴുവൻ ആ കയറിൽ നിൽക്കത്തില്ല. കാരണം എന്താ? സ്തോത്രം. ഇത് വളർന്ന് ശക്തി പ്രാപിച്ചാൽ ആ കയറ് പൊട്ടിച്ചു പോകുമെന്ന് അറിയാം. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പിശാച് വെച്ചിരിക്കുന്ന ദുഃഖത്തെ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നാം പൊട്ടിച്ചു മാറ്റണം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ അത് അഗ്നിയായിട്ട് വെളിപ്പെടുവാനിടയായി തീരും. ഏത് സ്തോത്രം ദുഃഖത്തെയും കരിച്ചു കളയുന്ന, ഏത് പിശാച് കെട്ടിവെച്ചിരിക്കുന്ന ബന്ധനങ്ങളെയും കരിച്ചു കളയുന്ന സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ അതെല്ലാം സ്വതന്ത്രമാകുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. പരിധികളെയും പരിമിതികളെയും പൊളിച്ച് സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പുറത്തു കൊണ്ടുവരുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. 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 അതിന് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധ ആത്മാവിൽ സ്തോത്രം നമ്മൾ ആരാധിക്കണം. പരിശുദ്ധ ആത്മാവിനെ അധികമായി പ്രാപിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ലൈറ്ററിൽ നിന്ന് വരുന്നതും തീയാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിലൊക്കെ അമേരിക്കയിൽ വലിയ കാടിനെ കത്തിക്കുന്നതും തീയാണ്. രണ്ട് തീയുടെ ഉപയോഗം ഒന്ന് തന്നെയാണ്. പക്ഷേ ലൈറ്ററിന്റെ പരിധിയുണ്ട്. പക്ഷേ സ്തോത്രം കാട് കത്തുന്ന തീയായിട്ട് അത് ആളിപ്പടരുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അത് പരിധിക്കകത്ത് ഒതുങ്ങത്തില്ല. സ്തോത്രം. അതിനെ നിയന്ത്രിച്ചാൽ നിയന്ത്രണത്തിന്റെ മുൻപിൽ നിൽക്കത്തില്ല. അതുപോലെ സ്തോത്രം നിന്റെ മേൽ വീഴുന്ന അഭിഷേകം നീ ഒന്ന് ഊതി കത്തിക്കുവാൻ, ഒന്ന് ജ്വലിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ അത് ആളിക്കടല് പകരുന്ന അനുഭവത്തിലേക്ക് വെളിപ്പെടും. വെളിപ്പെട്ടാൽ നിന്റെ മേലുള്ള മൃഗങ്ങളെ ആ പരിശുദ്ധ ആത്മാവിനെ കീഴ്പ്പെടുന്നതിന് സ്വതന്ത്രമാക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നാം സ്വാതന്ത്ര്യമുള്ളവരായി മാറട്ടെ. ഹല്ലേലൂയ. പരിധികൾ വിട്ട് സ്വതന്ത്രരായി മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എന്നുമെന്നും ഒരിടത്ത് നിൽക്കുവാനല്ല, എന്നുമെന്നും ഒരേപോലെ ഇരിക്കുവാനല്ല. സ്തോത്രം. ദൈവം അയക്കുന്ന ഇടങ്ങളിലേക്ക് പരിധി കൂടാതെ പോകുവാൻ. ഹല്ലേലൂയ. നമ്മൾ പരിധിയിടരുത്. ദൈവം നയിക്കുന്നതിനനുസരിച്ച് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ പരിധികളെ പൊട്ടിച്ച് സ്തോത്രം നമ്മെ നയിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. നാം മാന്യരായിരുന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പരിധികളെ പൊട്ടിച്ച് അവൻ പുറത്തു കൊണ്ടുവരുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുവിന്റെ സ്നേഹം അനേകരിലേക്ക് ഒഴുകി ചെല്ലുവാൻ അത് കാരണമായി തീരും. ഹല്ലേലൂയ. നാം സ്തോത്രം മാന്യരായി തീരണം. അതാണ് പ്രാധാന്യം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എങ്ങനെ മാന്യതയായി തീരുവാൻ ഇടയായി തീരും? ഈ ലോകം നമുക്ക് ഒരു മാന്യതയും തരത്തില്ല. ഈ ലോകം സ്തോത്രം ഏറ്റവും മാന്യമായ
ഒരുവരും കൊടുത്തത് സ്തോത്രം നിന്നയും പരിഹാസമാണ്. ആ യേശു കർത്താവ് നമ്മളോട് പറഞ്ഞത് സ്തോത്രം എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചും ഇതിൽ കൂടുതലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. പക്ഷേ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവത്തിന് അറിയാം. നീ മാന്യനാണെങ്കിൽ നിന്നെ മാന്യതയുള്ളവനാക്കി സ്തോത്രം സ്വർഗരാജ്യത്തിൽ നിർത്തുക. മറ്റുള്ളവർ കണ്ടു ലജ്ജിക്കുമാറ് മാന്യതയുള്ളവരായി നല്ലതിനും വിശ്വസ്തനുമായ നാംസരെയെന്ന് വിളിക്ക് യോഗ്യരാക്കി നിർത്തുവാൻ തക്കവണ്ണം യേശു കർത്താവ് നമുക്ക് വേണ്ടി ഇടപെടുവാനിടയായി തീരും. അതുകൊണ്ട് ജീവിതത്തിൽ യേശു കർത്താവിനെ പിൻപറ്റുക. അവന്റെ സ്വഭാവം നമ്മിലേക്ക് ഓരോ ദിവസവും വർദ്ധിക്കുവാനിടയായി തീരട്ടെ. ഒരു കൊച്ചു കുഞ്ഞ് നടക്കുമ്പോൾ പലപ്പോഴും വീടും എഴുന്നേറ്റുമാണ് നടക്കുന്നത്. ഒരിക്കലും നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഓടി പോകത്തില്ല. പല പ്രാവശ്യം വീണ്ടും എഴുന്നേറ്റുമാണ് നല്ല ഒരു നടത്ത ആ കുഞ്ഞ് പരിശീലിക്കുന്നത്, നല്ല ഒരു ഓട്ടക്കാരനായി മാറുന്നത്. വിശ്വാസ ജീവിതത്തിലും യേശുവിനെ പോലെ ആകുവാൻ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കാം, പലപ്പോഴും വീണെന്ന് വരാം. അവിടെയെല്ലാം നമ്മുടെ മനോഭാവം എനിക്ക് യേശുവിനെ പോലെ ആകണമെന്നുള്ള ആ തീരുമാനത്തോടെ നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ നമ്മെ മാന്യനാക്കി ദൈവസന്നിധിയിൽ നിർത്തും. അതിനായിട്ട് നമുക്കൊരുങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച് കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. അനുഗ്രഹമായിരിക്കുന്ന നല്ല ആലോചന ദൈവം നമുക്ക് അല്പസമയം കൊണ്ട് നൽകുവാനിടയായിരുന്നു. ശ്രേഷ്ഠനായി എണ്ണി മാന്യനായി എണ്ണിയ ദൈവം തന്റെ സഹോദരന്മാരെക്കാൾ അധികമായി മാന്യനായി എണ്ണിയുടെ ദൈവം വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ അനേക ഇടങ്ങളിൽ അനേക വ്യക്തികളെ കർത്താവ് സാക്ഷ്യം പറയുന്നതായി നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാനെ കുറിച്ച് കർത്താവ് സാക്ഷ്യം പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് കർത്താവ് എന്ത് ചെയ്യുന്നു? സാക്ഷ്യം പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചു. ആ വാക്യം ഒന്ന് വായിച്ചു വിട്ടാണ്. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. യഹോവ സാത്താനോട് എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? കണ്ടോ, അടുത്ത വാക്ക് ഇയ്യോബിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് പറയുന്നത്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അടുത്ത വാക്ക് പറയുന്നത് അവൻ അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും. ഓ ജീസസ്, ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ അവനെ പോലെ മറ്റാരുമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ നമ്മെ കുറിച്ച് നിന്ന് വാക്കുകൾ പറയുവാൻ, നമ്മെ കുറിച്ച് പരിഹാസ വാക്കുകൾ പറയുവാൻ, ആമേൻ, ഹല്ലേലൂയ, നമ്മളെ കുറിച്ച് വേദന വാക്കുകൾ പറയുവാൻ അനേകരെ അന്ധകാര ശക്തി കരകളിൽ എടുക്കുമ്പോൾ ഇത് രാത്രികാലം ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, നിന്നെ കുറിച്ച് തമ്പുരാൻ ദൂത് പറയുകയാണ്, നിന്നെ കുറിച്ച് തമ്പുരാൻ വിളിച്ചു പറയുകയാണ്. ആമേൻ, നിന്നെ പോലെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല എന്ന് പറയത്തക്കവണ്ണം ആമേൻ, ഹല്ലേലൂയ, നിലവാരത്തിലേക്ക് ആമേൻ കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ ബഹുമാനിക്കുവാനും കർത്താവിന്റെ വചനത്തെ അവൻ കൈക്കൊള്ളുവാനും അവൻ നമ്മൾ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്താൽ അവൻ നമ്മെ കുറിച്ച് കർത്താവ് ചെയ്യും.